എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ടും ഒരു സുദിനം നേർന്നുകൊണ്ടും ലിവാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കനഡിയൻ ഇമിഗ്രേഷൻ അപാരതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന ഒരു അത്ഭുത ലോകവുമായിട്ട് പല ഏജൻസികളും നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നുവരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പതിപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് അടിക്കാൻ മറക്കരുത്. ഞാൻ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ അനലിറ്റിക്സിൽ എടുത്ത് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കേട്ടോ കൂടുതൽ കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് 1-2 വർഷമായിട്ട് മാസത്തിൽ ഒരു 2-3 കോളുകൾ ദുബായിലും ഇന്ത്യയിലുള്ള ഏജൻസികളിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് വേറെ ഒന്നുമില്ല, അവരൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങളെ എന്നെപ്പോലെയുള്ളവരെയൊക്കെ പെട്ടെന്ന് വളരെ സുഖമായിട്ട് കാനഡയിൽ എത്തിക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയിട്ടാണ് ഇവരൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സ്ഥിരം കോളുകൾ വന്നു തുടങ്ങിയപ്പോൾ നമുക്ക് പിന്നെ അത്ര വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊക്കെ ഡിനേ ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ കൂട്ടുകാരുടെ ഇവിടെ ദുബായിലുള്ള നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ തന്നെ കോളുകളൊക്കെ കിട്ടുന്നുണ്ടെന്ന്. ചില കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഏജൻസികളിലൊക്കെ ചതിയിൽ പെട്ടിട്ട് കയ്യിലുള്ള കാശ് മുഴുവൻ കൊണ്ട് കളഞ്ഞ് അത് നാട്ടുകാരോട് പറഞ്ഞു വേറെ നാണക്കേടാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പലരും അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയ നിലയ്ക്ക് ഞാനും വിചാരിച്ചു എന്താണെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് സ്റ്റഡി, അതായത് നമുക്ക് ഇന്നത്തെ കാലത്ത് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ. ആ മാതിരിയാണ് ഇൻ്റർനെറ്റെല്ലാം സ്ട്രോങ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് എന്തായാലും ഒന്ന് അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥകളൊന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആളുകളെ പൊറ്റിച്ചിരുന്ന ഈ ഏജൻസികളുണ്ടല്ലോ, അതുപോലെയാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഈ കനഡിയൻ ഇമിഗ്രേഷൻ ഏജൻസികളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ IRCC വെബ്സൈറ്റ് ഞാൻ സർഫ് ചെയ്യാൻ തീരുമാനിച്ചു. IRCC വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ IRCCയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഗ്യാദർ ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ ലൈസൻസ്ഡ് ആയിട്ടുള്ള പല ലോയേഴ്സിൻ്റെയും യൂട്യൂബ് ചാനൽ നടത്തുന്ന യൂട്യൂബ് സ്ട്രീമേഴ്സിൻ്റെയും, അതായത് ലൈസൻസ്ഡ് ആയിട്ടുള്ളവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസും ഗ്യാദർ ചെയ്തു. പലരുടെ അടുത്തും ഞാൻ സംസാരിക്കാനുള്ള അവസരം, ഈ ഓൺലൈൻ സ്ട്രീമിംഗ് വഴി തന്നെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ അവർ വഴിയൊക്കെ ഞാൻ ഇതിൻ്റെക്കുറിച്ച് മാക്സിമം ഡീറ്റെയിൽസ് ഗ്യാദർ ചെയ്തു. അതിനുശേഷം ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് ഉള്ളവരും അതുപോലെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരും കാനഡയിലുള്ളവരായിട്ട് ഷെയർ ചെയ്ത് അവരിൽ നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മനസ്സിലാക്കിയ ഡീറ്റെയിൽസിലെല്ലാം ഒരു ഡബിൾ ചെക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഡബിൾ ചെക്ക് ചെയ്ത ഡീറ്റെയിൽസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടോളൂ. എലിജിബിലിറ്റി എക്സ്പ്രസ് എൻട്രി കനഡിയൻ ഇമിഗ്രേഷൻ്റെ എലിജിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, അതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയെല്ലാം നോക്കാം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ IRCC ലൈസൻസ്ഡ് ഏജൻ്റ് അല്ല. ഞാൻ മനസ്സിലാക്കിയ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതൊരു ലീഗൽ അഡ്വൈസ് അല്ല. അപ്പോൾ നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ എക്സ്പ്രസ് എൻട്രി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പ്രസ് എൻട്രിയിൽ 3 സ്ട്രീമാണുള്ളത്. അതായത് ഫെഡറൽ സ്കിൽഡ് വർക്കർ സ്ട്രീം, കനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, പിന്നെ ഫെഡറൽ സ്കിൽഡ് ട്രേഡർ. ഇപ്പോൾ ഈ ഇടയായിട്ട് ഒരു PNP കോവിഡ് വന്നതിന് ശേഷം ഒരു PNP മാത്രമായിട്ടുള്ള ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ PNP ക്രൈറ്റീരിയാസ് ഈ ഞാൻ മേലെ പറഞ്ഞ 3 സ്ട്രീമുകളുണ്ടല്ലോ, 3 ക്രൈറ്റീരിയകൾ, ഫെഡറൽ സ്കിൽഡ് വർക്കർ, ഫെഡറൽ സ്കിൽഡ് ട്രേഡർ, അതുപോലെ തന്നെ കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, ഇതുമായിട്ട് 3ഉമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷേ കോവിഡ് ആയതിനു ശേഷം അതിൽ മാത്രമായിട്ടൊരു പ്രിഫറൻസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി എക്സ്പ്രസ് എൻട്രി എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഫെഡറൽ സ്കിൽഡ് വർക്കേഴ്സിനെ കുറിച്ച് പറയാം. കാരണം നമ്മളിലുള്ള ഭൂരിഭാഗം പേരും മലയാളികളെല്ലാം ഈ ഫെഡറൽ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലാണ് പെടുക. അപ്പോൾ അതിൻ്റെ മിനിമം എലിജിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനഡിയൻ നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ കാനഡയിലുള്ള എല്ലാ പ്രൊഫഷണലുകളെയും NOC അഥവാ നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ വഴി കനഡിയൻ ഗവൺമെൻറ് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കനഡിയൻ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൈറ്റീരിയയിൽ NOC ഈ ക്രൈറ്റീരിയകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NOC O, NOC A, NOC B,
പിന്നെ NOC-C, NOC-D എന്ന് ആണ് 5 ക്രൈറ്റീരിയ ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഇതിൽ NOC-Cയും NOC-Dയും ഈ എക്സ്പ്രസ് എൻട്രിക്ക് ക്വാളിഫൈഡ് അല്ല. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു വർഷമെങ്കിലും നമ്മൾ ഈ കനേഡിയൻ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് NOC-0 അല്ലെങ്കിൽ ഓലോ NOC-Aയിലോ NOC-Bയിലോ ഒരു വർഷമെങ്കിലും നമ്മൾ ജോലി ചെയ്തിരിക്കണം. പിന്നെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വരുന്നത് കനഡിയൻ ലാംഗ്വേജ് ബെഞ്ച്മാർക്കായ CLB-7. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ CLB-7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ IELTS ഉണ്ടല്ലോ, ഈ IELTSലെ ഓരോ സ്ട്രീമിനും ഓരോ മോഡ്യൂളിലും 6 ബാൻഡ് സ്കോർ ചെയ്യണം. അതാണ് ഈ CLB-7. പിന്നെ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷനും നിർബന്ധമായിട്ട് വേണം. ഇതെല്ലാം ഇതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് മാത്രമാണ് കേട്ടോ. ഇനി കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാനഡയിലെ എക്സ്പീരിയൻസ് നേടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കാനഡയിൽ ഇൻ്റർ കമ്പനി ട്രാൻസ്ഫർ വഴി പോയി ജോലി ചെയ്തിട്ടുള്ളവർ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പെർമിറ്റിൽ പോയി പഠിച്ച് അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടി ആ വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്ത് ഒരു വർഷത്തെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയവർ, അങ്ങനെയുള്ളതാണ് ഈ കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്. അവർക്ക് കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സുകളിൽ നിങ്ങളുടെ പ്രൊഫഷൻ NOC-Bയിലാണെന്നുണ്ടെങ്കിൽ IELTS 6 അല്ലെങ്കിൽ CLB-7 മിനിമം റിക്വയർമെൻറ്റിന് വേണ്ട. ഇത്രയാണ് എക്സ്പ്രസ് എൻട്രിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ മിനിമം റിക്വയർമെൻറ്റ്. പിന്നെ ആദ്യം തന്നെ നമ്മൾ പറയട്ടെ, ഈ എലിജിബിലിറ്റി എക്സ്പ്രസ് എൻട്രിയിലേക്ക് എലിജിബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് PR കിട്ടാനുള്ള ഒരു ഗ്യാരണ്ടി അല്ല. PR കിട്ടാനുള്ള ആദ്യ ഒരു പടി മാത്രമാണ് എക്സ്പ്രസ് എൻട്രിക്ക് എലിജിബിൾ ആകുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം എക്സ്പ്രസ് എൻട്രിക്ക് എലിജിബിൾ ആവാൻ സാധ്യതയുണ്ട്. ഒരു 5 കൊല്ലം എക്സ്പീരിയൻസും ഒരു 3-4 കൊല്ലത്തെ ഡിഗ്രിയും ഈ IELTS 6 മേടിക്കുന്ന ഒരുമാതിരിപ്പെട്ടവരെല്ലാം എലിജിബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. എക്സ്പ്രസ് എൻട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന ഒരു മിനിമം പോയിന്റ് ഗ്രിഡ് സിസ്റ്റം ഉണ്ട്. അതായത് ഒരു 100ൽ 6 കാറ്റഗറി വെച്ചിട്ട്, അതായത് ഏജ്, എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറീസും വെച്ചിട്ട് നമ്മുടെ പോയിന്റ്സ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 67 പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ എലിജിബിൾ ആകും. അപ്പോഴെന്താ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഈ എക്സ്പ്രസ് എൻട്രിയുടെ ഒരു പൂളുണ്ട്, ആ പൂളിലേക്ക് എൻ്റർ ആവും. നമ്മുടെ എക്സ്പ്രസ് എൻട്രി പൂളിലേക്ക് എൻ്റർ ആയതിനു ശേഷം നമ്മുടെ പ്രൊഫൈൽ വെച്ചിട്ട് നമ്മുടെ പ്രൊഫൈലിന് കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ വേറെ കൈൻഡ് ഓഫ് പോയിന്റ്സ് നമുക്ക് തരും. അതിന് പറയുന്നത് CRS പോയിന്റ്സ് എന്ന് പറയും. നമുക്ക് CRS പോയിന്റ് ലഭിക്കുകയും ഈ CRS പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ എക്സ്പ്രസ് എൻട്രി പൂളിൽ റാങ്ക് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം IRCC അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഹയർ റാങ്കിങ് കിട്ടുന്ന അല്ലെങ്കിൽ ഹയർ പൊസിഷനിൽ നിൽക്കുന്നവരെ, റാങ്കിങ് പൊസിഷനിലുള്ളവർക്ക് ഇൻവിറ്റേഷൻ തരികയും ആ ഇൻവിറ്റേഷൻ പ്രകാരം നമ്മൾ എക്സ്പ്രസ് എൻട്രി അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുകയും ഈ അപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് വരികയും ചെയ്താലേ നമുക്ക് PR കിട്ടുള്ളൂ. അല്ലാതെ എലിജിബിലിറ്റി എക്സ്പ്രസ് എൻട്രിക്ക് നമ്മൾ എലിജിബിൾ ആണ് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് PR കിട്ടണം എന്നില്ല. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ വീഡിയോയിൽ നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞിരുന്നിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ എൻ്റെ ലാപ്ടോപ്പ് കാണിച്ചു തരാം. അപ്പോൾ ലാപ്ടോപ്പിൽ ഇതെങ്ങനെയാണ് നോക്കുക എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ നിങ്ങളിരുന്ന് കാണാം. എലിജിബിലിറ്റി ഫോർ എക്സ്പ്രസ് എൻട്രിന്ന് സിമ്പിളായിട്ട് അങ്ങോട്ട് ഗൂഗിളിൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ Canada.ca എന്ന് പറഞ്ഞ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റ് കിട്ടും. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് കാനഡ ഇമിഗ്രേഷന് വേറൊരു വെബ്സൈറ്റ് കൂടിയുണ്ട്, CIC.gov.ca എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് വഴിയും ഈ IRCC ഇമിഗ്രേഷൻ്റെ വിവരങ്ങൾ നമുക്ക് കിട്ടും. തൽക്കാലം നമുക്ക് ഇപ്പോൾ Canada.ca എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വെച്ചിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ എലിജിബിലിറ്റി ഫോർ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് കിട്ടുക. അപ്പം നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് വരിക എന്നുള്ളത്. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം, ട്രേഡ് പ്രോഗ്രാം, കനഡിയൻ എക്സ്പീരിയൻസ് പ്രോഗ്രാം, പിന്നെ ഈ 3 പ്രോഗ്രാംസിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് നമുക്ക് ഇതിൽ കിട്ടും. ഇതിൽ നമ്മൾ ഭൂരിഭാഗം ആളുകളും വരുന്നത് ഈ ഫെഡറൽ സ്കിൽഡ് വർക്കർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഭൂരിഭാഗം പേരും വരിക. അപ്പം നമ്മൾ ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഒരു വിൻഡോ അതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എലിജിബിലിറ്റി ടു അപ്ലൈ ആസ് എ ഫെഡറൽ സ്കിൽഡ് വർക്കർ എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേജ് കിട്ടും. അപ്പോൾ ഈ പേജിൻ്റെ ഉള്ളിൽ
ഇതിൻ്റെ മിനിമം എന്താണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രോഗ്രാമിന് എലിജിബിൾ ആവാനായിട്ട് ഇവർ ഈ 6 ഘടകങ്ങൾ, ഏജ്, എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ജോബ് ഓഫർ ഉണ്ടോ, ഇംഗ്ലീഷ് ഫ്രഞ്ച് ലാംഗ്വേജ് സ്കിൽസ്, അഡാപ്റ്റബിലിറ്റി, ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ വിലയിരുത്തും. അങ്ങനെ അതിൻ്റെ ടോട്ടൽ പോയിന്റ് 100ആണ്. അതിൽ 67 പോയിന്റെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ഘട്ടത്തിൽ നോക്കാം. ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു മിനിമം റിക്വയർമെൻ്റ് എന്താണെന്നുള്ളത് ഒന്ന് വേഗം ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചുരുങ്ങിയത് ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് എങ്കിലും കഴിഞ്ഞ 10 വർഷത്തിന് ഇടയിൽ ഉണ്ടാവണം. അതായത് ഞാൻ ഈ ഫെഡറൽ സ്കിൽഡ് വർക്കറിൻ്റെ പ്രോഗ്രാമിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഒരു കൊല്ലമെങ്കിലും നമുക്ക് ഒരു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് എങ്കിലും വേണം. അതും ഇവരുടെ കാനഡിയൻ നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷനിലുള്ള NOC 0, A, B ഈ 3 കാറ്റഗറിയിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കണം നമുക്ക്. പിന്നെ ഇതിൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പ്രത്യേക ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഇവർ കണക്ക് കൂട്ടണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ കണക്ക് കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചയിൽ നമ്മൾ 30 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഒരു വർഷം 1560 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതൊരു ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഇവർ അതിനെ കണക്കൂട്ടുള്ളൂ. പിന്നെ നമ്മൾ 30 മണിക്കൂറിന് കൂടുതൽ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ 1 ഇയർ ഫുൾ ടൈം ജോബ് അവർക്ക് കണക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ലെറ്റർ അല്ലെങ്കിൽ റെഫറൻസ് ലെറ്റർ എംപ്ലോയറുടെ നിന്ന് കിട്ടുമ്പോൾ അതിൽ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതണം. ആഴ്ചയിൽ മിനിമം 30 മണിക്കൂറെങ്കിലും നമ്മൾ വർക്ക് ചെയ്തിരിക്കണമെന്ന്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ ഒരു വീക്കിൽ 30 മണിക്കൂറിനേക്കാളും കൂടുതലൊക്കെ സിമ്പിളായിട്ട് ചെയ്യും. പിന്നെ പാർട്ട് ടൈം വർക്ക് ഇവരെങ്ങനെ കൗണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കിലി 15 അവേഴ്സ് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 24 മന്ത്സോ അല്ലെങ്കിൽ 1 ഇയർ ഫുൾ ടൈം ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള 1 ഇയറിൻ്റെ ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അവർ കണക്ക് കൂട്ടും. അതായത് 2 കൊല്ലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അവർ കണക്ക് കൂട്ടും. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ലാംഗ്വേജ് എബിലിറ്റി ഞാൻ മുമ്പ് പറഞ്ഞുണ്ടായിരുന്നു. അതായത് CLB 7, അതായത് 4 സ്ട്രീം ഉണ്ടല്ലോ, റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്. ഇതിലെല്ലാം CLB 7, അതായത് കാനഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് എന്ന് പറയും. അത് എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഞാനിപ്പോൾ പറയാം. CLB 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IELTS ഓരോ മോഡ്യൂളിലും 6 എങ്കിലും മേടിക്കുന്നതാണ് ഈ CLB 7. ഈ കാനഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഒന്നുകൂടെ പറയാം. പിന്നെ ഉള്ളതാണ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഈ എക്സ്പ്രസ് എൻട്രി ഫെഡറൽ സ്കിൽഡ് വർക്കറിന് നമുക്ക് ഒരു മിനിമം സെക്കൻഡറി എഡ്യൂക്കേഷൻ എങ്കിലും വേണം. പക്ഷേ അത് മിനിമം റിക്വയർമെൻ്റ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ സ്കോറിനൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ അത് വേണം. അതിപ്പോൾ നമ്മൾ കാനഡയിലല്ല പഠിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസ് എല്ലാം ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് IRCC അപ്രൂവ് ചെയ്തിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷൻസിൽ നിന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ കാനഡയിലുള്ള എഡ്യൂക്കേഷനുമായിട്ട് ഇക്വലൻ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയുള്ളതാണ് പ്രൂഫ് ഓഫ് ഫണ്ട്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻ കേസ് പെർമനൻറ്റ് റെസിഡൻസി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 6 മാസമെങ്കിലും നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിലും അവിടെ നമുക്ക് സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ സാധിക്കും എന്ന് ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാനുള്ളതാണ് ഈ പ്രൂഫ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു 6 മാസത്തെ അവിടുത്തെ ഒരു ആവറേജ് ഹൗസ് ഹോൾഡ് ഇൻകത്തിൻ്റെ അതിന് തുല്യമായിട്ടുള്ള ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഈ പേജിലെ പ്രൂഫ് ഓഫ് ഫണ്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. നമ്മൾ ഫാമിലി ആയിട്ട് അവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എത്ര പേര് ഉണ്ട്, എത്ര ആളുകളുണ്ട് എന്നനുസരിച്ചാണ് ഈ പ്രൂഫ് ഓഫ് ഫണ്ടിൻ്റെ എമൗണ്ട് ഉള്ളത്.
ഈ പ്രൂഫ് ഓഫ് ഫണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാനഡയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ആദ്യത്തെ 6 മാസം നമുക്ക് ജോലിയും വരുമാനവും ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ പുറത്താണ് ഈ പ്രൂഫ് ഓഫ് ഫണ്ട് നിർബന്ധമായിട്ട് വേണമെന്ന് പറയുന്നത്. അതായത് ഒറ്റയ്ക്കാണ് ബാച്ചിലറാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കൂടെ ഒരാൾക്ക് കനഡിയൻ ഡോളർ 12,960, അതായത് 12,960 സേവിങ് ആയിട്ട് ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഫാമിലിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഈ പ്രൂഫ് ഓഫ് എമൗണ്ടും കൂടും. ഇപ്പോൾ 2 or 3 ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറേശ്ശെ എമൗണ്ടും കൂടി വരുന്നതായിരിക്കും. അതായത് ഇത് ഈ പ്രൂഫ് ഓഫ് ഫണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവർ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഏകദേശം എല്ലാ കൊല്ലവും ഇത് എത്ര എമൗണ്ട് വേണം എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട്. പിന്നെ നമ്മൾ കാനഡയിൽ എവിടെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യണതാണ് അതിൻ്റെ ഉള്ളിൽ. അത് നമ്മൾ ക്യുബക്കിലാണ്, ക്യുബക്കും കാനഡയിലുള്ള പ്രൊവിൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഈ എക്സ്പ്രസ് എൻട്രി ക്യുബക്കിന് ബാധകമല്ല. നമ്മൾ ക്യുബക്കിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് എലിജിബിൾ ഫോർ എക്സ്പ്രസ് എൻട്രി എന്ന് അവർ പറയും. അതുകൊണ്ട് അതൊരിക്കലും പാടില്ല. വേറെ ഏത് പ്രൊവിൻസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മിനിമം റിക്വയർമെൻറ്റ് ഈ എക്സ്പ്രസ് എൻട്രിയുടെ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്രസ് എൻട്രി എലിജിബിലിറ്റി ഉള്ള നമ്മൾ പറഞ്ഞില്ലേ 6 കാറ്റഗറി എന്തൊക്കെയാണെന്നുള്ളത്. ആ 6 കാറ്റഗറി അല്ലെങ്കിൽ 6 സെലക്ഷൻ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മളെങ്ങനെ എന്താ പറയുക ക്വാളിഫൈഡ് ആവും എന്നുള്ളതിൻ്റെ ആ ഒരു ഈ 67 പോയിന്റ്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയുക എന്നുള്ളതിന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് ഇതേ പേജിൽ തന്നെയുള്ള ഈ സെലക്ഷൻ ഫാക്ടർ പോയിന്റ് ഗ്രിഡ് എന്ന് പറഞ്ഞ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതേ ഇങ്ങനൊരു പേജ് കിട്ടും. ഈ പേജിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആകുമോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഞാൻ വീഡിയോന് മുൻപ് പറഞ്ഞ പോലെ എലിജിബിലിറ്റിയും PR കിട്ടാനുള്ള കടമ്പകളൊക്കെ വേറെ ആട്ടോ. ഇത് എലിജിബിലിറ്റി ചെക്ക് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ പേജിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇവർ പറഞ്ഞ ഈ 6 കാറ്റഗറീസ് ഉണ്ടല്ലോ, അതായത് ഈ എലിജിബിലിറ്റി പോയിന്റ്സ് നോക്കുന്നത് കാറ്റഗറീസ് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കില്ല്, പിന്നെ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, അങ്ങനെ തുടങ്ങിയ ഏജിന് എത്ര പോയിന്റ് കിട്ടും, നമുക്കവിടെ ജോബ് ഓഫർ ഉണ്ടെങ്കിൽ, അതുപോലെ അവിടുത്തെ അഡാപ്റ്റബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഈ 67 പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലാംഗ്വേജ് സ്കിൽസ് എടുക്കാം. ലാംഗ്വേജ് സ്കിൽസിൽ മാക്സിമം നമുക്ക് കിട്ടണത് 28 പോയിന്റ്സ് ആണ്. ഈ 28 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് 28 പോയിന്റ്സ് കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ സ്കില്ലുള്ളവർക്ക് കിട്ടുള്ളൂ. കാരണം കാനഡയിൽ 2 ലാംഗ്വേജുകളാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ടുള്ളത്. ഒന്ന് ഇംഗ്ലീഷും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, മറ്റൊന്ന് ഫ്രഞ്ചും. അപ്പോൾ ഈ 2 പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ 28 പോയിന്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരന് അതുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് കൈവശമുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ മാക്സിമം 28 പോയിന്റ് എങ്ങനെയാണ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് നമ്മുടെ ഇത് എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ എന്തായാലും CLB 7 ഉണ്ടാവണം, എന്നാലും നമ്മൾ എലിജിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ CLB 7 ഇവിടെ ഉണ്ടെങ്കിൽ ഒരു CLB 7, അതായത് IELTSലെ ഓരോ മോഡ്യൂളിലും 6 പോയിന്റ് വെച്ചിട്ട്, അതായത് 6 ബാൻഡ് വെച്ച് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ CLB 7 ആവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് 4, 4, 4, 16 പോയിന്റാണ് നമുക്കിതിൽ സമ്പാദിക്കാൻ സാധിക്കുക. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഒരു CLB ലെവൽ 8, അതായത് ഒരു ഡിഗ്രിയൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഈ CLB 8 മേടിക്കാൻ സാധിക്കേണ്ടതാണ്. എങ്കിലും നമുക്ക് മിനിമം വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കി പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു 16 പോയിന്റ് ഇതിൽ വരും. പിന്നെ അടുത്ത ലാംഗ്വേജ് സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ്, നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഫ്രഞ്ച് ആവും. പക്ഷേ നമുക്കത് ഉണ്ടാവില്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം നോക്കുന്നില്ല. പിന്നെയുള്ളത് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ എഡ്യൂക്കേഷനിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ ഞാൻ
ഈ ലാംഗ്വേജ് ടെസ്റ്റിങ്ങിൻ്റെ കാര്യം കുറച്ച് പറഞ്ഞു തരാം. ഇതിൽ വേറൊരു പോയിന്റ് ഇപ്പോൾ നമ്മൾ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് ടെസ്റ്റിങ് നമുക്ക് ഈ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടായില്ലല്ലോ, നമുക്കത് കഴിവുണ്ടെന്ന് നമ്മൾ അവർ തെളിയിക്കണമെങ്കിൽ എന്താണ് മാർഗമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ IRCC അംഗീകരിച്ചിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റുകൾ തന്നെ നമ്മൾ എടുക്കണം. IRCC അംഗീകരിച്ചിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽപിപ്പും പിന്നെ IELTSുമാണുള്ളത്. ഈ സെൽപിപ്പ് എന്ന് പറയുന്ന സാധനം കാനഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻഡെക്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കാനഡയിൽ തന്നെയുള്ള ഒരു സംഭവമാണ്, ഒരു എക്സാമാണ്. അത് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ ഒരു സബ്സിഡറി ആയിട്ട് ഉള്ള ഒരു സ്ഥാപനം നടത്തുന്ന എക്സാമാണ്. അതും ഈ കാനഡിയൻ ഇമിഗ്രേഷന് സ്വീകാര്യമാണ്. പിന്നെയുള്ളതാണ് IELTS. അപ്പോൾ നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു CLBയുടെ കാര്യം, കാനഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക്. ആ സാധനം എങ്ങനെയാണ് നമ്മൾ എഴുതുന്ന ടെസ്റ്റിലെ നമ്മുടെ മാർക്കുമായിട്ട് താരതമ്യം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് അപ്പോൾ ഈ ലാംഗ്വേജ് ടെസ്റ്റിങ്ങിൻ്റെ തന്നെ ലിങ്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലാംഗ്വേജ് ടെസ്റ്റ് ഈക്വലൻസി ചാർട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ സെൽപിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാനഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻഡെക്സ് പ്രോഗ്രാമിൻ്റെ ടെസ്റ്റ് എടുത്ത ഒരാൾക്ക് കിട്ടുന്ന മാർക്കുകൾ, ബാൻഡുകൾ, അത് കാനഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ CLBയുമായിട്ട് എങ്ങനെ ഇക്വേറ്റ് ചെയ്തു പോകും എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സെൽപിപ്പ് എഴുതിയ വ്യക്തിക്ക് റീഡിങ്ങിൽ 8ഉം റൈറ്റിങ്ങിൽ 8ഉം ലിസണിങ്ങിൽ 8ഉമാണ് സ്പീക്കിങ്ങിൽ 8ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് CLB 8 തന്നെയാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് സെൽപിപ്പ് വളരെ ഈസിയാണ് എന്നൊന്നും വിചാരിക്കരുത്. ഇത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് സെൽപിപ്പ്. IELTSനാണെങ്കിൽ രണ്ടും ഉണ്ടല്ലോ, പേപ്പർ ബേസ്ഡും കമ്പ്യൂട്ടർ ബേസ്ഡും ഉണ്ട്. അപ്പോൾ സെൽപിപ്പിനെ കുറിച്ച് അതാണ് പറയാനുള്ളത്. സെൽപിപ്പ് കുറച്ചും കൂടി പ്രിറ്റി ക്ലിയർ ആണ് ഈ കാനഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്കിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി കോമൺ ആയിട്ട് പോപ്പുലർ ആയിട്ടുണ്ടാവുക ഈ IELTS ആണല്ലോ. IELTS ജനറൽ, ഈ രണ്ട് ടെസ്റ്റും ജനറലാണ് കേട്ടോ എടുക്കേണ്ടത്. സെൽപിപ്പ് ജനറൽ വേറെ സാധനമുണ്ട്, അത് ജനറൽ LS എന്തോ പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് കാനഡിയൻ സിറ്റിസൺഷിപ്പിനുള്ള എക്സാമാണ്. അതല്ല, നമ്മൾ വെറും ജനറലാണ് സെൽപിപ്പ് ആണെങ്കിലും IELTS ആണെന്നുണ്ടെങ്കിലും എടുക്കേണ്ടത്. ഈ IELTSലേക്ക് നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ കളി നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ CLB 7 എന്ന് പറഞ്ഞു. ഈ CLB 7 നമുക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഡിങ്, സ്പീക്കിങ്, ഈ എല്ലാ മോഡ്യൂളിലും 6 എങ്കിലും കിട്ടണം. പക്ഷേ ഇത് കിട്ടിയിട്ട് വെറുതെ എലിജിബിൾ ആവാമെന്നുള്ളൂ, കൂടുതൽ വ്യത്യാസം ഒന്നും വരാനില്ല. ഈ CLB 9ഉം CLB 10 ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഇമിഗ്രേഷനിലെ ഒരു തലവര നിർണ്ണയിക്കുന്ന രണ്ട് ലെവലുകൾ. ഇതിൽ എന്താ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ CLB 9 ഉള്ള ഒരാൾ എക്സാം എഴുതുമ്പോൾ ആൾക്ക് റീഡിങ്ങിൽ 8ഉം റൈറ്റിങ്ങിൽ 7ഉം ലിസണിങ്ങിൽ 8ഉം സ്പീക്കിങ്ങിൽ 7ഉം കിട്ടാൻ സാധിച്ചാൽ അയാൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരു വലിയൊരു ജമ്പ് കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയയിൽ വരും. അത് നമ്മൾ പിന്നീട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ ഒരു 0.5 കുറഞ്ഞു കഴിഞ്ഞാൽ ആ അഡീഷണൽ പോയിന്റ്സ് നമുക്ക് കിട്ടാതെ പോകും. അപ്പോൾ അതൊരു വലിയ പോയിന്റാണ്, നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ അതാണ് ലാംഗ്വേജിൻ്റെ. അതുപോലെ തന്നെ ഫ്രഞ്ചിൻ്റെ TEF കാനഡ എന്നും TCF കാനഡ എന്ന് പറഞ്ഞ രണ്ട് എക്സാംസ് ഉണ്ട്. പക്ഷെ സാധാരണ നിലയ്ക്ക് നമുക്കൊന്നും അതിൻ്റെ ആവശ്യം വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ഫ്രഞ്ചിന് പരിജ്ഞാനമുള്ളവർക്ക് അത് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ബാക്കിലോട്ട് പോവാം, 6 എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക്. അപ്പോൾ നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു. ഇനിയുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മിനിമം റിക്വയർമെൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മളുള്ള കാനഡയിൽ പോയി പഠിച്ചിട്ടുള്ളവരാവാൻ സാധ്യത കുറവാണ്. കാനഡയിൽ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിറ്റി ക്ലിയർ ആണ്, അവരുടെ എഡ്യൂക്കേഷൻ നേരിട്ട് വേറെ പ്രശ്നങ്ങളില്ലാതെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ട്രാൻസ്ക്രിപ്റ്റ്സും വെച്ച് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്തിട്ട് നമ്മുടെ എഡ്യൂക്കേഷനെ അവിടെ ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷനിലേക്ക് അയച്ചു കൊടുത്ത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ട്രാൻസ്ക്രിപ്റ്റ്സ് ഒക്കെ യൂണിവേഴ്സിറ്റി നേരിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ കനഡിയൻ എഡ്യൂക്കേഷനുമായി ഈക്വലൻ്റ് ആണ് എന്ന് തെളിയിക്കണം. ആ തെളിയിച്ച സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമുക്ക് വെറുതെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം ചെയ്യാൻ പറ്റില്ല. നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ പിന്നെ ചെയ്യിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ
അപ്പോൾ എന്നാൽ ഏകദേശം നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ 4 കൊല്ലത്തെ ഇവിടെ പഠിച്ച ഒരു ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതും കാനഡയിൽ ഏകദേശം 4 കൊല്ലത്തെ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കിനി വഴിയെ പറയാം. നേരത്തെ പറഞ്ഞ ഈ ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, IRCC അംഗീകരിച്ച, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാനഡയിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ഈക്വലൻ്റ് ആണ് എന്ന് തെളിയിക്കാൻ IRCC അപ്രൂവ് ചെയ്തിട്ടുള്ള അസോസിയേഷനുകളാണ് ഈ വെബ് പേജിൽ, IRCCയുടെ വെബ് പേജിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ്, ഇന്റർനാഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് സർവീസ് ഓഫ് കാനഡ, കമ്പാരറ്റീവ് എഡ്യൂക്കേഷൻ സർവീസസ്, ഇന്റർനാഷണൽ IQAS എന്ന് പറയും. പിന്നെ ഇത് പിന്നെ നമ്മൾ ഫാർമസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ പോയിന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫാർമസി കൗൺസിലിൽ തന്നെ ചെയ്യണം. ഒരു ഫാർമസിസ്റ്റായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, MBBCയോ മെഡിസിനോ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈ മെഡിക്കൽ കൗൺസിലിൽ തന്നെ കൊടുത്ത് അത് SSC ചെയ്യിപ്പിക്കണം. എന്നാലാണ് അതിന് വാലിഡിറ്റി ഉള്ളൂ. വേറെ ജോബ് പ്രൊഫഷണൽ അല്ലെങ്കിൽ വേറെ NOC കോഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4-5 എണ്ണം നോക്കിയാൽ മതി. ഇതിൽ കുറച്ചും കൂടി വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ് ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഓൺലൈനായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. എല്ലാ സ്ഥാപനങ്ങളും നല്ലത് തന്നെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പിന്നെ നമുക്ക് വേറെ ഒരു സാഹചര്യത്തിൽ നോക്കാം. പിന്നെ നമ്മൾ നേരത്തെ എഡ്യൂക്കേഷണൽ ഇവാലുവേഷൻ്റെ കാര്യം പറഞ്ഞുവല്ലോ. നമ്മൾ ജസ്റ്റ് എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാശൊക്കെ മുടക്കിയിട്ട് ഈ ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷനിലേക്ക്, ഇതൊക്കെ അത്യാവശ്യം കാശ് ഇൻവോൾവ് ആണ്. പിന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒറിജിനൽ മേടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ചുമ്മാ ഒരു എലിജിബിലിറ്റി നോക്കാനായിട്ട്. അപ്പം അങ്ങനെ ചുമ്മാ എലിജിബിലിറ്റി നോക്കാനായിട്ട് നമ്മൾ ഈ പേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാൻ സാധിക്കും. ഈ പേജിൽ നമ്മൾ ഇവർ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് കോംപ്രഹെൻസീവ് റാങ്കിങ്ങിന് വേണ്ടിയിട്ടാണോ ഫെഡറൽ സ്കിൽഡ് വർക്കറിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതിന് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ ഫെഡറൽ സ്കിൽഡ് വർക്കറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻസ് ഏകദേശം എത്ര, അതായത് ഏകദേശമാണ് കേട്ടോ അത് അവർ പറയുന്നത്, ഏകദേശം അവിടുത്തെ എത്ര ഈക്വലൻസി ആണെന്നും അതിന് ആ എഡ്യൂക്കേഷന് എത്ര പോയിൻറ്റ്സ് ഈ എലിജിബിലിറ്റിക്ക് അവർ തരുമെന്നും നമുക്ക് ഈ പേജിൽ പോയാൽ കാണാം. നമ്മുടെ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട 4 ഇയറിൻ്റെ എഡ്യൂക്കേഷനും 4 ഇയറിൻ്റെ പ്രൊഫഷണൽ എഡ്യൂക്കേഷനും 3 ഇയറിൻ്റെ ഡിപ്ലോമാസും മാസ്റ്റേഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും എന്തിന് ബാച്ചിലേഴ്സ് ഓഫ് ലോൻ്റെ വരെ അതിന് വരെ എത്ര പോയിൻ്റ് എലിജിബിലിറ്റിക്ക് വേണ്ടി ലഭിക്കും എന്ന് ഈ പേജിൽ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷനിൽ കൊടുത്ത് അവർ SSC ചെയ്തിട്ട് അത് ഈക്വലന്റ് ആണെന്ന് പറഞ്ഞാലേ അതൊരു ഫൈനൽ വേർഡ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് ഇപ്പോൾ ഒരു ഐഡിയ ആയി. പിന്നെ വരുന്നതാണ് വർക്ക് എക്സ്പീരിയൻസ്. വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു വർഷം എങ്ങനെയാണ് തികയുക എന്നുള്ളതൊക്കെ, ഒരു മണിക്കൂറിൻ്റെ നോക്കുക എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു വർഷത്തിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കൂട്ടണം. നിങ്ങൾ ആഴ്ചയിൽ 30 അവേഴ്സോ പിന്നെ അല്ലെങ്കിൽ ആഴ്ചയിൽ 30 അവേഴ്സോ 1560 അവേഴ്സ് ഇയർലിയോ അങ്ങനെയൊക്കെ നോക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ വർക്ക് എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യില്ല ആണ് അവർ പറയുന്നത്. പക്ഷേ എബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പോലുള്ളവരാണെങ്കിൽ, നമ്മുടെ പോലുള്ളവർ പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അവർ കൗണ്ട് ചെയ്യും. അപ്പോൾ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയില്ലേ, ഒരു NOC എന്താണ്, അല്ലെങ്കിൽ നാഷണൽ ഓക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന്. അതും കൂടി എന്താണെന്ന് ഇതിൽ തന്നെ പറഞ്ഞു പോകാം. ഈ നാഷണൽ ഓക്യുപ്പേഷൻ അതും ഒരു ലിങ്ക് തന്നെയാണ്. ഇവിടെ എല്ലാത്തിനും ലിങ്കായിട്ട് തന്നെ കിടക്കണം. അപ്പോൾ അത് ഈ അടുത്ത ലിങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജ് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു എക്സ്പ്രസ് എൻട്രിക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഈ സ്കിൽ ടൈപ്പ് 0, സ്കിൽ ടൈപ്പ് A, സ്കിൽ ടൈപ്പ് ലെവൽ B, ഈ 3 കാറ്റഗറിയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സ്പ്രസ് എൻട്രി വഴി അപ്ലൈ ചെയ്യാൻ നമ്മൾ എലിജിബിൾ ഉള്ളൂ. ഈ സ്കിൽ ലെവൽ Cയും സ്കിൽ ലെവൽ Dയൊന്നും ഈ കാറ്റഗറി എക്സ്പ്രസ് എൻട്രി അല്ലെ ഫെഡറൽ സ്കിൽഡ് വർക്കറിൽ വരില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ NOC എന്താണെന്ന് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു
ഇതിൽ വേറൊരു കാര്യമുണ്ട്. NOC എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ജോബ് ടൈറ്റിലിനേക്കാളും കൂടുതൽ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിലൊരു ടൈറ്റിൽ. അത് മാച്ച് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പറഞ്ഞു പോയെന്നുള്ളൂ. നമുക്ക് ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ജോബ് ടൈറ്റിൽ അല്ലെങ്കിൽ NOC നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷനിൽ ഏതിലാണ് നമ്മുടെ വരിക എന്ന് നമുക്ക് നോക്കിയേക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ ആണെന്ന് വിചാരിക്കും. നമുക്ക് ഈ ഫിൽട്ടർ ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് നമുക്കൊന്ന് അടിച്ചു നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ അത് ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ സ്കിൽ ടൈപ്പ് ലെവൽ പറഞ്ഞു കണ്ടോ. ഇവിടെ സ്കിൽ ടൈപ്പ് ലെവൽ അവർ പറഞ്ഞു തരും. പിന്നെ അതിൻ്റെ NOC ഏതാണെന്ന് ഇവിടെ പറഞ്ഞു തരും, ടൈറ്റിലും പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് ഈ NOC എന്താണ്, നമ്മുടെ NOC എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂത്രപ്പണി. അപ്പോൾ ഇത് മെക്കാനിക്കൽ എഞ്ചിനീയർ A ആണ്, അപ്പോൾ ഇത് ക്വാളിഫൈഡ് ആണ്. അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, സിവിൽ എഞ്ചിനീയർ ആണെങ്കിലും ഫാർമസിസ്റ്റ് ആണെങ്കിലും നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ AO BO ആയിരിക്കണം അല്ലെങ്കിൽ O ആയിരിക്കണം എന്നുള്ളതാണ്. Cയും Dയും ഇതിൽ കണക്ക് കൂട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വീണ്ടും 6 ഫാക്ടേഴ്സിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് NOC എന്താണെന്ന് മനസ്സിലായി, എത്ര വർക്ക് എക്സ്പീരിയൻസ് ഇതൊക്കെ വേണമെന്നുണ്ടായി. ഇനിയിപ്പോൾ ആ വർക്ക് എക്സ്പീരിയൻസിന് അലോക്കേറ്റ് ചെയ്യണ പോയിന്റ്സ് എത്രയൊക്കെയാണെന്നൊക്കെ. നമുക്ക് 1 കൊല്ലമാണ് എക്സ്പീരിയൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 9 പോയിന്റ് കിട്ടൂ. ഇപ്പോൾ 2 കൊല്ലം 3 കൊല്ലം 4 5 6 കൊല്ലം 6 കൊല്ലത്താണ് മാക്സിമം 15 പോയിന്റ് കിട്ടുക. അതാണ് വർക്ക് എക്സ്പീരിയൻസിൻ്റെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്ക് മാത്രമാണ് കേട്ടോ ഈ 6 കൊല്ലത്തെയൊക്കെ ഗുണം ചെയ്യുള്ളൂ. കോംപ്രഹെൻസീവ് റാങ്കിങ്ങിലേക്ക് വരുമ്പോൾ 3 കൊല്ലം വരെ മാക്സിമം ഉണ്ടെങ്കിലേ ഗുണം ചെയ്യുള്ളൂ. 3 കൊല്ലം വരെയുള്ള എക്സ്പീരിയൻസ് അവർ റാങ്കിങ്ങിന് കണക്ക് കൂട്ടുള്ളൂ. പിന്നെ അടുത്തത് ഏജ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്കാണെന്നുണ്ടെങ്കിൽ 18 മുതൽ 35 വരെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുക, 12 പോയിന്റ് കിട്ടും. കോംപ്രഹെൻസീവ് റാങ്കിങ്ങിന് അഗെയിൻ അതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 12 കിട്ടും. പിന്നെ അടുത്തത് നമുക്ക് അറേഞ്ച്ഡ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതായത് നമുക്ക് വാലിഡ് ജോബ് ഓഫർ ഉണ്ടോ എന്നുള്ളത്. വാലിഡ് ജോബ് ഓഫർ എന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് അത് ഒന്നെങ്കിൽ LMIA എക്സെപ്ഷനുള്ള ജോബ് ക്രൈറ്റീരിയ ആവണം. അതിന് ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ജോബ് ഓഫർ എന്ന് പറയുമ്പോൾ LMIA സർട്ടിഫിക്കേഷനും വേണം. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 1 വർഷം വരെയെങ്കിലും ആ ജോബ് ഉണ്ടാവുമെന്നും അത് തെളിയിക്കണം. അത് LMIA കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തെളിയിക്കപ്പെട്ടു പോകും ഓട്ടോമാറ്റിക്കായിട്ട്. ഇത് ആസ് യൂഷ്വൽ അതിനൊരു 10 പോയിന്റ് കിട്ടും. പിന്നെ ആസ് യൂഷ്വൽ ഇത് എംപ്ലോയർ ആണല്ലോ ചെയ്യേണ്ടത്, എംപ്ലോയിക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഒരു 4 സിറ്റുവേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നോക്കാം. പിന്നെയുള്ള അവസാനത്തെ കാറ്റഗറിയാണ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ പിന്നെയാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൗസിൻ്റെ എഡ്യൂക്കേഷൻ ലെവല്, സ്പൗസിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെവല് ഒരു സ്പൗസിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെവലിന് ഒരു 5 പോയിന്റ് അതിൽ കിട്ടും. ഇത് കോംപ്രഹെൻസീവ് റാങ്കിങ്ങിൻ്റെ കാര്യമല്ല, എലിജിബിലിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കാനഡയിൽ വല്ല പഠിപ്പുണ്ടായിരുന്നെങ്കിൽ, കാനഡയിൽ നമ്മുടെ സ്പൗസിനോ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മൾ കാനഡയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ ഓരോ പോയിന്റ്സ് കൊടുത്ത് ഈ അറേഞ്ച്ഡ് എംപ്ലോയ്മെൻറ്റിനും. പിന്നെ അവസാനത്തെ കാറ്റഗറി ഇത് ചിലപ്പോൾ ഉണ്ടാവാം, റിലേറ്റീവ്സ് ഇൻ കാനഡ. അതായത് നമ്മുടെ ആരെങ്കിലും ബന്ധുക്കൾ അവിടെ ഉണ്ടെങ്കിൽ അതിനൊരു 5 പോയിന്റ് കിട്ടും. അതായത് അത് ഈ ക്രൈറ്റീരിയയിലായിരിക്കണം കേട്ടോ. റിലേറ്റീവ് ഏത് ക്രൈറ്റീരിയയിലാണെന്നുണ്ടെങ്കിലും ഈ പോയിന്റുകളെല്ലാം കിട്ടില്ല. ഇത് എലിജിബിലിറ്റി നോക്കുമ്പോൾ ഈ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു 5 പോയിന്റ് കിട്ടും. അത് എലിജിബിലിറ്റിക്ക് മാത്രം. കോംപ്രഹെൻസീവ് റാങ്കിങ്ങിന് ഈ എല്ലാ ക്രൈറ്റീരിയയും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. സിബിലിങ്സ് ആണെങ്കിൽ മാത്രമാണ് പോയിന്റ്സ് കിട്ടുള്ളൂ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട് പല ഏജൻസും. അപ്പോൾ ഇത്രയാണ് എലിജിബിലിറ്റി റിക്വയർമെൻറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ക്രൈറ്റീരിയ. നമ്മളപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും
നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന്. ഈ പോയിന്റ്സ് ക്രൈറ്റീരിയാസൊക്കെ വെച്ചിട്ട് നമുക്ക് 67 പോയിന്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ്. അപ്പോൾ നമ്മൾ പിന്നെ നോക്കണം നമ്മൾ എലിജിബിൾ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് PR കിട്ടണമെന്നില്ല. അപ്പോൾ ഏജൻസിൻ്റെ ആദ്യഘട്ട തട്ടിപ്പ് ഇവിടെ തീരാണ്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ട തട്ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ആദ്യഘട്ട തട്ടിപ്പിൽ ഇവർ സിമ്പിളായിട്ട് എംപ്ലോയീസിൻ്റെ അടുത്ത് ഈ പാവം ആളുകളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് 67 പോയിന്റ് ഉണ്ട്, നിങ്ങൾ എക്സ്പ്രസ് എൻട്രി വഴി PRന് എലിജിബിൾ ആണ്, നിങ്ങൾക്ക് ഇതുവഴി എലിജിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മിക്ക തട്ടിപ്പ് ഏജൻസികൾ, നല്ല ഏജൻസികളുണ്ട്, ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്, തട്ടിപ്പ് ഏജൻസികൾ ഞാൻ കണ്ടുവന്ന, അതായത് എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്ന ഈ ഏജൻസികളെല്ലാം ഇത്രയും ആകുമ്പോൾ ആദ്യ ഗഡു എന്ന് പറഞ്ഞ് ഒരു തുക നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും. ഇപ്പോൾ എക്സ്പ്രസ് എൻട്രിയുടെ എലിജിബിലിറ്റി എങ്ങനെയാണ് നോക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയായില്ലേ? ഇവിടെയാണ് ഈ തട്ടിപ്പ് ഏജൻസികളുടെ തട്ടിപ്പിൻ്റെ ആദ്യഘട്ടം തുടങ്ങുന്നത്. മാനുവലായിട്ട് എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇവർ ഈ അപ്ലിക്കൻസിൻ്റെ അടുത്ത് പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലിജിബിലിറ്റി മുഴുവൻ ഒരു ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് ഇടണം എന്ന് പറയും. അതായത് IRCCയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ഒരു ടൂളുണ്ട്, വെദർ യു ആർ എലിജിബിൾ ടു കം ടു കാനഡ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. അതുവഴി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ എക്സ്പ്രസ് എൻട്രി പൂളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഇവർ പറയും. അതിലൊരു പാർഷ്യലി സത്യമുണ്ട്. എന്നിട്ട് ഇവർ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ കനഡിയൻ ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷൻ വഴി അസസ് ചെയ്ത് കനഡിയൻ ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും വേണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതുകൊണ്ട് നമ്മളോട് IELTS എഴുതാൻ പറയും. അപ്പോൾ അവർ പറയും മീൻ വൈൽ അവർക്കൊരു സർവീസ് ചാർജും തരണം. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ അസസ്മെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങളെ മറ്റു ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സർവീസ് ചാർജ് ആയിട്ട് കൂട്ടിയാൽ മതി. ഇത് ഞങ്ങളുടെ ആദ്യ ഗഡുവാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഏജൻസികളെല്ലാം കാശ് മേടിക്കും. ഇതാണ് അവരുടെ തട്ടിപ്പിൻ്റെ ആദ്യഘട്ടം. ഇനി തട്ടിപ്പിൻ്റെ രണ്ടാം ഘട്ടം വരുന്നത് ഈ ഓൺലൈൻ ടൂളിൽ നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ സെക്കൻഡ് തട്ടിപ്പ് വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി. അപ്പോൾ നമ്മൾ ഈ ഏജൻസിൻ്റെ തട്ടിപ്പുകളുടെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടത്തിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ അടുത്ത പാർട്ടുകളിൽ പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം വളരെ ലെങ്തി ആയല്ലോ. അപ്പോൾ നിങ്ങളെ ഇനി ഇരുത്തി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അതുപോലെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സൈനിങ് ഓഫ് ഫ്രം ലിവാസിസ്. നമ്മുടെ സ്ഥിരം വ്ളോഗിങ്ങുകളായ സൈക്ലിംഗ് വ്ളോഗും ട്രാവൽ വ്ളോഗിനും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കോവിഡിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. അപ്പം മാൻഡേറ്ററി അല്ലാത്ത ആക്ടിവിറ്റീസൊക്കെ അവോയ്ഡ് ചെയ്യണം തന്നെയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് കുറച്ച് നമ്മൾ സൈക്ലിങ്ങും ട്രാവലിങ്ങും ഒക്കെ നീട്ടി വെച്ചിരിക്കുകയാണ്.